പക്ഷെ ഇന്ന് ഈ ബേലി പാലത്തിന്റെ നിർമ്മാണം അതാണ് ഒന്നാകെ ഉറ്റുനോക്കിയ ഒരു വിഷയം എന്ന് പറയുന്നത്. ഇന്ന് രാവിലെ അത് പൂർത്തിയാകും എന്ന് നമ്മൾ വിചാരിച്ചു. ഇന്ന് വൈകുന്നേരത്തേക്ക് ഏതാണ്ട് ഒരു 6 മണിയോട് അടുപ്പിച്ച സമയത്ത് ബേലി പാലത്തിലൂടെ ആദ്യത്തെ സൈനിക വാഹനം കടന്നു പോകുന്നു. ഒരു പക്ഷേ ഈ ദുരന്തത്തിന്റെ വാർത്ത വന്നതിന് ശേഷം അവിടുത്തെ മനുഷ്യരുടെയോ പട്ടാളക്കാരുടെയോ മാധ്യമപ്രവർത്തകരുടെയോ മുഖത്തൊക്കെ ഒരു ആശ്വാസത്തിന്റെ നിമിഷമുണ്ടായത് ആ സമയത്തു മാത്രമാണ്. എന്താണ് ആശ്വസിക്കാൻ എന്ന ചോദ്യം ഉണ്ടെങ്കിൽ ഇല്ല, കാരണം അത്ര വലിയ നൊമ്പരം കണ്ടുകൊണ്ടിരിക്കുകയാണ് ഒരു വശത്ത്. പക്ഷെ എന്നാലും നമുക്കത് നൽകിയ ഒരു വലിയ ആത്മവിശ്വാസം വലുതാണ്. എത്രത്തോളം വലിയ പ്രയത്നമാണ് സൈന്യം അതിനുവേണ്ടി നിർവഹിച്ചത് എന്ന് അഭിലാഷ് കണ്ടുകൊണ്ടിരുന്നതാണ്. തീർച്ചയായിട്ടും മാധു, ഞാനിപ്പോൾ ഈ ബെയിലി പാലത്തിൻ്റെ മുകളിലാണ് നിൽക്കുന്നത്. മാധുവിനത് കാണാമെന്ന് വിചാരിക്കുന്നു. താഴെ നോക്കൂ, പുഴയാണ്. ആ പുഴ കുത്തി ഒഴുകുകയാണ്. ഇവിടെ നേരത്തെ മഴയുണ്ടായിരുന്നു, ഇപ്പോൾ മഴ ഒന്ന് കുറഞ്ഞിട്ടുണ്ട്. ഓടമഞ്ഞും കാറ്റും ഒക്കെയാണ്. ഈ പാലത്തിലൂടെ പലതവണ ആംബുലൻസുകളും അതുപോലെ തന്നെ JCBകളും കയറി ഇറങ്ങി അപ്പുറത്തേക്ക് പോയി. അത് വീണ്ടും തിരികെ വന്നു. ഇന്ന് 6 മണിയോടുകൂടിയാണ് ആ നിമിഷം ഉണ്ടായത്. അതായത് എന്തുകൊണ്ട് ഈ ഒരു പാലം പണിയുന്നു എന്നുള്ളതല്ല, മറിച്ച് മുണ്ടക്കൈ എന്ന് പറയുന്ന സ്ഥലം, മുണ്ടക്കൈ അട്ടമല പോലെയുള്ള പ്രദേശങ്ങളുടെ ജീവനാഡി എന്ന് പറയാം. കാരണം ലോകത്തിൻ്റെ മറ്റ് ഭാഗങ്ങളിൽ നിന്ന് ആ ഭാഗങ്ങളെല്ലാം വേർപെട്ടു പോയിരുന്നു. അതിനെ ബന്ധിപ്പിക്കുന്ന, മനുഷ്യരെ ബന്ധിപ്പിക്കുന്ന, നാടിനെ ബന്ധിപ്പിക്കുന്ന ഒന്ന് എന്നുള്ള നിലയിൽ വേണം നമ്മൾ ഈ പാലത്തെ കാണാൻ. അതിന് സേന വളരെ പെട്ടെന്ന്, നമുക്ക് ബെയിലി പാലത്തിൻ്റെ ചരിത്രവും മറ്റുമൊക്കെ അറിയാം. താൽക്കാലിക ആവശ്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കുന്ന പാലം എന്നുള്ളതാണ് 1942 മുതൽ ഡൊണാൾഡ് ബെയ്ലി എന്ന ആളുടെ ആശയം മുതൽ ഇങ്ങോട്ട്. എന്തായാലും ഇന്ത്യൻ ആർമി പലവട്ടം ഈ റെസ്ക്യൂ ദൗത്യത്തിൻ്റെ ഭാഗമായി ഇത്തരം എഫേർട്ടുകൾ ഏറ്റെടുത്തിട്ടുണ്ട്. കേരളത്തിൽ റാന്നിയിൽ അത് ഉണ്ടായിട്ടുണ്ട്. നേരത്തെ മാധു പറഞ്ഞില്ലേ ഉരുക്കിൻ്റെ ഉറപ്പെന്ന്, ആ ഉറപ്പിൻ്റെ ഒറ്റ പേരാണ് ഇന്ത്യൻ ആർമി. ആ കരുത്ത്, ആ പാടവം നമ്മൾ ഇന്ന് ഇവിടെ കണ്ടു. അത് വലിയ ആശ്വാസം എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. മുണ്ടക്കൈ എന്ന് പറയുന്ന പ്രദേശം ശരിക്കും അതൊരു ജനപദമായിരുന്നു. ഇന്ന് അതില്ല. അത് മണ്ണുകൾ മൂടിയ ഒരു ശ്മശാനം മാത്രമാണ്, ഒരു ശ്മശാന ഭൂമി എന്ന് പറയാം. അവിടേക്ക് യന്ത്രസാമഗ്രികൾ എത്തിക്കുക എന്ന വളരെ പ്രധാനപ്പെട്ട കാര്യം, മെഡിക്കൽ എയ്ഡ്, ഭക്ഷണം, രക്ഷാപ്രവർത്തകർക്ക് വേണ്ട സാധനങ്ങൾ, ഇതൊക്കെ എത്തിക്കുക എന്ന വലിയ ദൗത്യമാണ് ഈ പാലത്തിന് ഇപ്പോൾ നിർവഹിക്കാനുള്ളത്. ആ പാലം പൂർത്തിയാവുന്നത്, അതുകൊണ്ട് തന്നെ അങ്ങനെ ഒരു പാലം പൂർത്തിയാവുന്നത് ഈ ജോലി എടുത്തവർക്ക് മാത്രമല്ല, നമ്മുടെ നാടിന് മുഴുവൻ ആശ്വാസമാണ് എന്ന് പറയാം. നിശ്വാസമാണ് കണ്ടത്. അതിന് കാരണക്കാരായ സൈന്യത്തിന് ജനങ്ങൾ നന്ദി പറയുന്നതിനും ഞാൻ ഇന്നിവിടെ സാക്ഷിയായി. ഇപ്പോൾ ഇതാ ഈ പാലം, ഇപ്പോൾ ഈ പാലത്തിൽ മാധ്യമപ്രവർത്തകരും മറ്റും മാത്രമാണുള്ളത്. രക്ഷാപ്രവർത്തകരൊക്കെ നേരത്തെ തന്നെ മടങ്ങി കഴിഞ്ഞിരിക്കുന്നു. ഇനി നാളെയാണ് രക്ഷാദൗത്യം പുനരാരംഭിക്കുക. ഒരുപാട് കരളലിയിക്കുന്ന കാഴ്ചകൾ, അല്ലെങ്കിൽ ഒരുപാട് കരളലിയിക്കുന്ന വർത്തമാനങ്ങൾ എനിക്ക് ഇവിടെ നിന്ന് ഇന്ന് കാണേണ്ടി വന്നു. ഞാൻ ഇതാ ഈ ചൂരൽമല എന്ന് പറയുന്ന ഒറ്റ പ്രദേശത്ത് നിൽക്കുമ്പോൾ, ഇപ്പോൾ നമ്മൾ ഈ ബെയിലി പാലത്തിലൂടെയാണ് സഞ്ചരിക്കുന്നത്. ബെയിലി പാലത്തിന് താഴെ കാണാം, ബെയിലി പാലത്തിന് തൊട്ട് അപ്പുറത്ത് ആ താൽക്കാലിക പാലം കാണാം. ഇന്ന് ഒരാൾ ഈ താൽക്കാലിക പാലത്തിന് തൊട്ടിപ്പുറത്ത് ഞാൻ നിൽക്കുമ്പോൾ ഒരു സ്ഥലം ചൂണ്ടിക്കാണിച്ചിട്ട് പറഞ്ഞു, എൻ്റെ അച്ഛനും അമ്മയും അവിടെയുണ്ട്, 3 ദിവസമായി മുണ്ടക്കൈയിലേക്ക് മാത്രമേ ഇറ്റാച്ചികൾ പോകുന്നുള്ളൂ, അവിടെ കൂടി നോക്കാൻ പറയണം സാറേ, എൻ്റെ അച്ഛനും അമ്മയുമാണ് എന്ന്. അതുപോലെയുള്ള കാഴ്ചകളും കേൾവികളുമാണ് മധു ഇവിടെ ഉണ്ടായിരിക്കുന്നത്. കുറച്ചു മുമ്പ് എനിക്ക് പരിചയമുള്ള ഒരാൾ വന്നിട്ട് പറഞ്ഞു, ഞാനപ്പോൾ അദ്ദേഹം ഇവിടെ റെസ്ക്യൂവിൻ്റെ ഭാഗമായിട്ട് വന്നതാണെന്നാണ് വിചാരിച്ചത്. പറയാണ്, എൻ്റെ കുടുംബത്തിലെ 6 പേരാണ് പോയത്, ഒരു കയ്യോ കാലോ എങ്കിലും എന്ന് അന്വേഷിച്ചാണ് ഞാൻ വന്നതെന്ന്. അങ്ങനെ കേൾക്കുന്ന മനുഷ്യരെയാണ് നമുക്ക് ഇവിടെ കാണാൻ കഴിയുന്നത്.